അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയ വിദ്യാർത്ഥികളെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്ന വിഷയം സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡിന് നടത്തപ്പെടുന്ന മദ്രസ സിലബസിലെ പാദവാർഷിക പരീക്ഷ 18/7/2026 ജൂലൈയിൽ തുടങ്ങി 23/7/26 അവസാനിക്കുന്ന രീതിയിലാണ് അതിൻ്റെ സമയം ക്രമീകരിച്ചിരിക്കുന്നത്. അതിന് ടൈം ടേബിൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. 18/7 ശനിയാഴ്ച 1-ാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല. 2-ാം ക്ലാസ്സിന് ഫിഖ്, 3-ന് ദുറൂസ്, 4-ന് അഖീദ, 5-ന് ദുറൂസ്, 6-ന് ഫിഖ്, 7-ന് താരീഖ്, 8-ന് ദുറൂസ്, 9-ന് ഫിഖ്, 10-ന് തഫ്സീർ, +1-ന് ഫിഖ്, +2-ന് ദുറൂസ്. ഇനി 19/7/26 ഞായറാഴ്ച 1-ാം ക്ലാസ്സിന് പരീക്ഷയില്ല. 2-ാം ക്ലാസ്സിന് ഖുർആൻ ഹിഫ്ള്, 3-ാം ക്ലാസ്സിനും 4-ാം ക്ലാസ്സിനും ഖുർആൻ തദ്രീബ് ഹിഫ്ള്, 6-7 ക്ലാസ്സുകൾക്ക് ഖുർആൻ ഹിഫ്ള് എന്നിവയാണ് ഉണ്ടായിരിക്കുക. ബാക്കി ക്ലാസ്സുകൾക്ക് അന്ന് എക്സാം ഉണ്ടാകുന്നതല്ല. 20/7/26 തിങ്കളാഴ്ച 1-ാം ക്ലാസ്സിന് തഫ്ഹീമു തിലാവ വായനയാണ് എക്സാം ഉണ്ടാവുക. 2-ാം ക്ലാസ്സിന് അന്ന് പരീക്ഷയില്ല. 3-ന് അഖീദ, 4-ാം ക്ലാസ്സിന് ദുറൂസ്, 5-ന് ഫിഖ്, 6-ന് താരീഖ്, 7-ന് തജ്വീദ്, 8-ാം ക്ലാസ്സിന് അന്ന് എക്സാം ഇല്ല. 9-ന് താരീഖ്, 10-ാം ക്ലാസ്സിന് ഫിഖ്, +1-ന് ദുറൂസ്, +2-ന് ഫിഖ്. ഇനി 21/7/26 ചൊവ്വാഴ്ച 1-ാം ക്ലാസ്സിന് തഫ്ഹീമു തിലാവ എഴുത്തായിരിക്കും എക്സാം ഉണ്ടാവുക. 2-ാം ക്ലാസ്സിന് അഖീദ, 3-ാം ക്ലാസ്സിന് ലിസാന്, 4-ന് ഫിഖ്, 5-ന് താരീഖ്, 6-ന് ലിസാനുൽ ഖുർആൻ, 7-ാം ക്ലാസ്സിന് ദുറൂസുൽ ഇഹ്സാൻ, 8-ന് ഫിഖ്, 9-ന് ലിസാനുൽ ഖുർആൻ, 10-ാം ക്ലാസ്സിന് അന്ന് എക്സാം ഇല്ല. +1-ന് ലിസാന്, +2 തഫ്സീർ. ഇനി 22/7/26 ബുധനാഴ്ച 1-ാം ക്ലാസ്സിന് അന്ന് എക്സാം ഇല്ല. 2-ന് ലിസാനുൽ ഖുർആൻ, 3-ാം ക്ലാസ്സിന് ഫിഖ്, 4-ന് താരീഖ്, 5-ന് ലിസാനുൽ ഖുർആൻ, 6-ന് തജ്വീദ്, 7-ാം ക്ലാസ്സിന് ഫിഖ്, 8-ന് ലിസാനുൽ ഖുർആൻ, 9-ന് ദുറൂസ്, 10-ാം ക്ലാസ്സിന് ലിസാന്, +1, +2-ന് അന്ന് എക്സാം ഉണ്ടായിരിക്കുന്നതല്ല. ഇനി 23/7/26 വ്യാഴാഴ്ച 1-ാം ക്ലാസ്സിന് അന്ന് എക്സാം ഇല്ല. 2-ന് ദുറൂസ്, 3-ാം ക്ലാസ്സിന് താരീഖ്, 4-ാം ക്ലാസ്സിന് ലിസാനുൽ ഖുർആൻ, 5-ാം ക്ലാസ്സിന് തജ്വീദ്, 6-ാം ക്ലാസ്സിന് ദുറൂസ്, 7 ലിസാനുൽ ഖുർആൻ, 8-ാം ക്ലാസ്സിന് താരീഖ്, 9-ന് അന്ന് എക്സാം ഇല്ല. 10-ന് ദുറൂസ്, +1-ന് തഫ്സീർ, +2 ലിസാൻ. ഇങ്ങനെയാണ് 2026 ജൂലൈയിൽ നടക്കാൻ പോകുന്ന പാദവാർഷിക പരീക്ഷയുടെ എക്സാമിൻ്റെ ടൈം ടേബിൾ വന്നിരിക്കുന്നത്. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ വായിക്കുകയും പഠിക്കുകയും എക്സാമിന് തയ്യാറാവുകയും ചെയ്യുക. 1-ാം ക്ലാസ്സിൻ്റെ മക്കൾ തഫ്ഹീമു തിലാവ ആ പാഠത്തിൽ 1-ാമത്തെ പാഠത്തിലുള്ള ഭാഗങ്ങളൊക്കെ വായിച്ച് രക്ഷിതാക്കൾ ശീലിപ്പിക്കുക. അതേപോലെ 2-ാമത്തെ ദിവസമുള്ള തഫ്ഹീമു തിലാവ എഴുത്തിന് പെൻസിലും ഇതൊക്കെ എറേസറൊക്കെ കൊടുത്തുവിട്ട് സഹകരിക്കുക. വിദ്യാർത്ഥികൾ നല്ല രീതിയിൽ പഠിക്കുകയും നല്ല മക്കളായി അള്ളാഹു വളർത്തുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.